ആലിയ സോയയുടെ കൂടെ മുംബൈയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതെന്താണ്? ഞാനിതെവിടെയാണ്? സോയ, എവിടെയാ നീ? സോയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ മാർക്കും മൈക്കിളും ബിഗ് ഡാഡിയും ടിമ്മിനെയും ആൻഡേഴ്സിനെയും കാണുവാനായി എത്തുന്നു. ബിഗ് ഡാഡി, ഈ 2 ഡിറ്റക്റ്റീവുകൾ നിങ്ങൾക്കുള്ള സമ്മാനമാണ്. ബിഗ് ഡാഡി, അങ്ങേക്കുള്ള സമ്മാനം. ഇത് നമ്മുടെ തന്നെ ഗുണ്ടകളാണല്ലോ. ഒന്നിനും കൊള്ളാത്ത ആ ആൻഡേഴ്സനും ടിമ്മും ഇവിടെ പോയി. അവരെവിടെ പോയി? സർ, അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വെള്ളം കുടിപ്പിച്ചത്. പിന്നെ എന്താ സംഭവിച്ചത്? ഭൂമി അവരെ വിഴുങ്ങിയോ? പോയി അവരെ കണ്ടുപിടിക്കുക. ചെല്ലു വേഗം. ഇവരെല്ലായ്പ്പോഴും രക്ഷപ്പെട്ടു പോവാറുണ്ട്. പക്ഷേ ടിമ്മും ആൻഡേഴ്സനും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? സൗത്ത് ആഫ്രിക്കയിലെ അപകടകരമായ ഒരു സ്ഥലത്താണ് മാർക്കോ ടിമ്മിനെയും ആൻഡേഴ്സിനെയും ബന്ധികളാക്കി വച്ചിരുന്നത്. ആദിയുടെ ലൊക്കേഷൻ കിട്ടിയ ഉടനെ മെഹുൽ അവരെ രക്ഷപ്പെടുത്തുവാനായി അവിടേക്ക് കുതിച്ചെത്തുന്നു. എല്ലായിടത്തും മാർക്കോയുടെ ഗുണ്ടകൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെഹുൽ ഗുണ്ടകളുടെ ശ്രദ്ധ തിരിക്കുവാനായി ഒരു കല്ലെടുത്ത് വലിച്ചെറിയുന്നു. ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും ഉപായം നീ കണ്ടുവച്ചിട്ടുണ്ടോ ആൻഡേഴ്സൺ? ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ മെഹുലിന് നമ്മുടെ രഹസ്യം എളുപ്പം കണ്ടെത്തുവാനാകും. മെഹുൽ എല്ലാ ഗുണ്ടകളെയും കബളിപ്പിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നു. മെഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുവാനായി മെഹുൽ ഒരു വലിയ പൈപ്പിനുള്ളിലേക്ക് കയറി. ഈ കയർ എത്ര ടൈറ്റായിട്ടാ കെട്ടിയിരിക്കുന്നത്! ഇതെങ്ങനെ സംഭവിച്ചു? ആൻഡേഴ്സൺ തിരിഞ്ഞു നോക്കിയപ്പോൾ മെഹുൽ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചു, ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ അകത്ത് നിൽപ്പുണ്ടായിരുന്ന ഗുണ്ടകൾ മെഹുലിനെ കാണുന്നു. ടിമ്മിനെ കെട്ടിയ കയറും പിന്നീട് മെഹുൽ നീക്കം ചെയ്യുന്നു. ഒരു മിനിറ്റ്. എന്നിട്ട് 2 ഗുണ്ടകളെയും അവിടെ കെട്ടിയിടുന്നു. വരൂ, പിന്നിലെ വഴിയിലൂടെ നമുക്ക് എളുപ്പം പുറത്തു കടക്കാം. വെള്ളം. സോയയ്ക്ക് അല്പം വെള്ളം നൽകൂ വേഗം. അവൾ വിശന്നിരിക്കുകയാണ്. ആരെങ്കിലും അല്പം വെള്ളം നൽകൂ. വെള്ളം. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മെഹുലും ടിമ്മും ആൻഡേഴ്സനും അവിടെ നിന്ന് ഓടി പുറത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഡാർക്കോനെക്സിന്റെ ആളുകളുടെ ദൃഷ്ടിയിൽ അവർ ചെന്നുപെടുന്നു. ഫണ്ണിനുള്ള സമയമായി മക്കളെ. ടിമോർ ആൻഡേഴ്സൺ, ബി റെഡി.
ഇന്നെന്റെ കണക്കിൽ 12 എണ്ണം തികഞ്ഞു. എനിക്ക് 15. ഞാനൊരു 20 എണ്ണത്തിന് എടുത്തിട്ട് അലക്കി. ഇനി അധിക നേരം ഇവരോട് ഏറ്റുമുട്ടുവാനാകില്ല. മെഹുൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ ഭൂൽഭുലയ ഒരു ജിപ്സിയുമായി എത്തി അവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ടൈമിംഗ് കൊള്ളാം. വരൂ, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാം. 3 പേരും അവിടെ നിന്ന് ഓടി ജിപ്സിയിലേക്ക് ചാടിക്കയറുന്നു. ഓറഞ്ച് എല്ലാം വലിച്ചെറിഞ്ഞു. എനിക്കാണെങ്കിൽ അല്പസ്വല്പം വിശക്കുന്നുമുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുവാനായി ഒരു ഫുഡ് ട്രക്കിന്റെ അടുത്തെത്തുന്നു. ആലിയ ഇപ്പോൾ മുംബൈയിലെത്തി കാണും. മെഹുൽ ആലിയെ ഫോൺ ചെയ്യുന്നു. പക്ഷേ ആലിയെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ആലിയുടെ ഫോൺ എന്താ കിട്ടാത്തത്? ആലിയെ നീ വേഗം തന്നെ ട്രാക്ക് ചെയ്യും. അവളുടെ ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ആലിയെ ട്രാക്ക് ചെയ്യുവാൻ ശ്രമിച്ചു. ആലിയുടെ പ്രൈവറ്റ് പ്ലെയിനിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടുന്നത്. വാട്ട്? അതെങ്ങനെ പോസിബിൾ ആവും? അവൾ മുംബൈയിലേക്കാണല്ലോ പോയത്. പിന്നെ എങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെത്തി? ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട്. എനിക്ക് വിശക്കുന്നു. സോയ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്കിവിടെ നിന്നും വേഗം രക്ഷപ്പെടാം. നിന്റെ സൈഡിൽ ഒരു ബോട്ടിൽ കിടപ്പുണ്ട്. അത് നീ എന്റെ നേർക്കൊന്ന് കിക്ക് ചെയ്യ. സോയ ബോട്ടിൽ ആലിയയുടെ നേർക്ക് കിക്ക് ചെയ്യുന്നു. ആലിയ തന്റെ ഷൂസ് കൊണ്ട് ആ ബോട്ടിലിനെ പൊട്ടിക്കുന്നു. രക്ഷപ്പെട്ട ഉടനെ ആലിയ സോയയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റുന്നു. പിന്നീട് റൂമിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഒരു കോണിൽ അവൾ വെള്ളത്തിന്റെ ബോട്ടിൽ കണ്ടെത്തുന്നു. സോയ, ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആലിയ മുകളിൽ ഒരു കിളിവാതിൽ കണ്ടെത്തുന്നു. വാ, നമുക്ക് ഇതിലെ രക്ഷപ്പെടാം. ആലിയ കുറച്ചു പഴയ ബോക്സുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അറേഞ്ച് ചെയ്ത് വയ്ക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ ആരോ അവളുടെ തലയ്ക്ക് പിറകിൽ വടി കൊണ്ടടിക്കും. ആലിയ അവിടെ ബോധരഹിതയായി വീഴുന്നു. ആലിയ രക്ഷപ്പെടുവാൻ നോക്കുകയായിരുന്നോ? പക്ഷേ എന്റെ അടുത്ത് നിന്ന് മോടി രക്ഷപ്പെടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ ഏരിയ വളരെ നിഗൂഢമായിട്ടുള്ളതാണ് സർ. ഇവിടെ ഒരു സിവിലിയൻ ആക്ടിവിറ്റീസും നടക്കുന്നതായി കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നാണ്. ആദ്യം നീ പെട്ടെന്ന് ലൊക്കേഷൻ അയക്ക്. ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണം. ടിം, ആൻഡേഴ്സൺ, സയന്റിസ്റ്റ്, ആലിയ വലിയൊരു അപകടത്തിലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തി അവളെ രക്ഷപ്പെടുത്തണം. 4 പേരും ജിപ്സിയിലേക്ക് കയറി ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. അതാ പ്ലെയിൻ അവിടെ ഉണ്ടല്ലോ. മെഹുലും ആൻഡേഴ്സണും പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഇവിടെ ഇതാ സ്ലീപ്പിംഗ് ഗ്യാസ്. ഒരു സാധനങ്ങളും അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നില്ല. ഇതിനർത്ഥം ആലിയെയും സോയയെയും മയക്കി കിടത്തിയിട്ടുണ്ടാകും. കോക്പിറ്റിലും ഒരു കുഴപ്പവും കാണത്തില്ല. അതിനർത്ഥം പൈലറ്റ് ആദ്യമേ കിഡ്നാപ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഇരുവരും പുറത്തിറങ്ങി ആലിയെ തിരയുവാൻ തുടങ്ങി. പക്ഷേ ആലിയെ അവിടെ എങ്ങും കണ്ടുകിട്ടിയില്ല. അപ്പോൾ ടിം ഉച്ചത്തിൽ അവരെ വിളിക്കുന്നു. സർ, പെട്ടെന്ന് ഇവിടേക്ക് വരൂ. ഇവിടെ കാറിന്റെ ടയർ മാർക്സ് കാണുന്നുണ്ട്. ഇവിടെ നിന്നും അവരെ എവിടേക്കോ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ ആലിയെ എവിടെ പോയി കണ്ടുപിടിക്കും? ഇത് കണ്ടോ ചിയാങ്? സോയയുടെ ജനന റെക്കോർഡ് എല്ലാം ഇവിടെയുണ്ട്. എന്ത് വിവരമാണ് ഫാത്തിമ കിട്ടിയത്? സോയയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അവളുടെ പപ്പയുടെ വിവരങ്ങൾ മിസ്സിംഗ് ആണ്. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? മിസ്സിംഗ് ആയിട്ടില്ലല്ലോ. ചിയാങ്ങിന് എങ്ങനെയാണ് മനസ്സിലായത് റെക്കോർഡ് മിസ്സിംഗ് ആയിട്ടില്ല എന്ന്? ചിന്തിക്കൂ. ഫാദറിന്റെ പേരിന് മുൻപിലുള്ള സ്പേസിലെ കളർ ബാക്കി പേപ്പറിലെ കളറിൽ നിന്ന് അല്പം ഡിഫറന്റ് ആണ്. അതായത് അവിടെ പേരുണ്ടായിരുന്നു, അതിനെ ഇല്ലാതാക്കിയതാണ്. ഇനി എങ്ങനെയാണ് സോയയെ പറ്റി മനസ്സിലാക്കുക? ഐ ഡോണ്ട് നോ. ജെയ്ക്കോളിന്റെ കോൾ ബിഗ് ഡാഡിക്ക് വരുന്നു. I have a big surprise for you, Big Daddy. Keeps a lot of money, Big Daddy. ആലിയയ്ക്കും സോയയ്ക്കും എന്താണ് സംഭവിക്കുക? കാണാം നമുക്ക് ദ വേൾഡിന്റെ അവസാന എപ്പിസോഡിൽ.